മറ്റൊരു വാർത്തയിലേക്ക് ഇനിയിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തത്തിന്റെ വിവരങ്ങളിലേക്കാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സഹിതം രോഗികളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്നാണ് തീപിടിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരു രോഗിക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ജീവനക്കാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഫുൾ പരിശോധിച്ചു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നമ്മുടെ ഇന്റേണൽ വിങ്ങിന്റെയും ക്ലിയറൻസോട് കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വെന്റിലേറ്ററിൽ നിന്നാണ് ഒരു സ്പാർക്ക് ഉണ്ടായത്. അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം പറയാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം ഇമ്പോർട്ടൻസ് ഈ ICUവിൽ നിന്നും ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് റീജിയണൽ ഫയർ ഓഫീസർ K. അബ്ദുൽ റഷീദ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലത്തെത്തിയ മേയർ VV രാജേഷ്. ഒരു വെന്റിലേറ്ററിന് ഉള്ളിൽ നിന്ന് വന്ന തീ ഒരു ബെഡിലേക്ക് അതിൻ്റെ ഭാഗത്താണ് ആ തീ കണ്ടത്. ഉടൻ തന്നെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇവർ ഓക്സിജൻ കട്ട് ചെയ്തു. ആ ഒരു ബെഡിൽ മാത്രമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഒരു സ്പാർക്ക് ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് പുകയുണ്ടായി. അടച്ചിട്ട മുറി ആയതുകൊണ്ട് പെട്ടെന്ന് പുകയുണ്ടായി. ഒരു ട്രോമ കെയർ ICU ആണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ രോഗികളെയും മെഡിക്കൽ ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരാളിന് തന്നെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഉപകരണങ്ങൾ കത്തിയ കുറച്ച് ഉപകരണങ്ങൾ, ഡാമേജ് വന്ന ഉപകരണങ്ങൾ ഇപ്പോൾ മാറ്റുന്ന തിരക്കിലാണ് എല്ലാവരും. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘന, പരിഭ്രാന്തി പരത്തിയ, ആശങ്ക ഉയർത്തിയ മണിക്കൂറുകളായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന്റെ വാർത്തകൾ വന്ന സമയത്ത്. ഇപ്പോൾ ആ ആശങ്കകളൊക്കെ കെട്ടടങ്ങിയോ? ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ആർക്കും ഒരു പരിക്കുമില്ല, ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഇപ്പോൾ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്നാണ്. എന്താണ് മേഘന അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. 9:15 കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ വെന്റിലേറ്ററിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നത്. അത് ഇവിടെ നിന്ന് അറിയുന്നത് ഒരു സ്പാർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ആ സ്പാർക്ക് ഉണ്ടായി പിന്നീട് തൊട്ടടുത്തുള്ള കിടക്കയിലേക്ക് തീ പടരുകയായിരുന്നു. അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. കാരണം ഈ തീ പിടിച്ചതിന് പുറമെ തന്നെ വലിയ തരത്തിൽ പുക ഈ ICU യൂണിറ്റിൽ ഉയർന്നു. അത് വലിയ തരത്തിലൊരു പരിഭ്രാന്തി ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ഈ ICU യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു അടച്ചിട്ട മുറിയാണ്. അവിടെ 16-ലധികം രോഗികളാണ് ഒരു ICU യൂണിറ്റിൽ മാത്രമായി ഉണ്ടായിരുന്നത്. അവിടെ വലിയ തരത്തിൽ പുക ഉയരുന്നു. പുക പുറത്തേക്ക് പോവാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ തരത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു സാഹചര്യം. പക്ഷേ നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. അത് ഇനി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതിലൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ തീ പിടിക്കാനുള്ള, ഒരു സ്പാർക്ക് വരാനുള്ള കാരണം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം അറിയിക്കുന്നത്. ചാക്കയിൽ നിന്നും ചെങ്കൽച്ചൂളയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. അതിനു മുന്നേ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുന്നതിന് മുന്നേ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. കൂടാതെ അതിൽ ആദ്യഘട്ട ഒരു നടപടി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗികളെ, കാരണം ഈ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ICUയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രോഗികളെ മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. അതും ഇപ്പോൾ പൂർത്തീകരിച്ചു. എല്ലാവരെയും മെഡിക്കൽ കോളേജിന്റെ തന്നെ മെഡിക്കൽ ICUയിലേക്കാണ് ഈ അത്യാഹിത വിഭാഗത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ആർക്കും ഒരു പൊള്ളലേറ്റ് പോലും പരിക്കില്ല എന്നുള്ള കാര്യമാണ് അറിയുന്നത്. പക്ഷേ പുറത്തുള്ള കൂട്ടിരിപ്പുകാർക്ക് വലിയ തരത്തിലൊരു പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. കാരണം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനകത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പ്രവേശനമില്ല. ഈ പുക ഉയരുന്നത് മാത്രമാണ് പുറത്തു നിന്ന് കാണാനാകുന്നത്. അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. കൂടാതെ അതിൽ എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് പുറത്തേക്ക് മാറ്റിയത്, ഇനി ആരൊക്കെയാണ് ഉള്ളിലുള്ളത് എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ പ്രതികരണങ്ങളടക്കം ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യമില്ല. ആർക്കും പൊള്ളലേറ്റ് പോലും പരിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പവർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ICU ആണ്, വെന്റിലേറ്റർ ആണ്. അത് പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ആളുകളാണ് ഇവിടെ ഉള്ള മുഴുവൻ ആളുകളും. അത് വലിയ തരത്തിലൊരു വെല്ലുവിളിയായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. കാരണം ഈ പെട്ടെന്ന് പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ വെന്റിലേറ്റർ മെഷീൻ അടക്കം മൊത്തത്തിൽ ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഈ വെന്റിലേറ്റർ മെഷീൻ അടക്കമാണ് ഈ 16 ബെഡുകളോട് കൂടിയാണ് പുറത്തേക്ക് എത്തിച്ച് ഈ മെഡിക്കൽ ICUയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. അതൊരു സ്പാർക്കാണ് ഉണ്ടായത്. പിന്നീട് വലിയ തരത്തിൽ പുറകെ ഒരു പുക ഉയരുകയായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ ഉള്ളിലുള്ള സ്റ്റാഫുകൾ, ഡോക്ടർമാർ, അതുപോലെ തന്നെ എല്ലാവരെയും, കൂടാതെ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളാണ് ഉള്ളിലുള്ളത്. അതെല്ലാം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയിക്കുന്നത്. കൂടാതെ ഇതിൽ ഈ പുക ഉയരുന്നത് കണ്ടും തീ പിടിക്കുന്നത് കണ്ടും ഈ കുഴഞ്ഞു വീണ ആരോഗ്യ പ്രവർത്തകർ, സ്റ്റാഫുകൾ, അതൊക്കെ വലിയ പരിഭ്രാന്തിയായിരുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യമില്ല. ഇനിയിപ്പോൾ ഇവിടെ എത്തുന്ന ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഏതായാലും ഇപ്പോൾ ആശ്വാസത്തിന്റെ വിവരങ്ങളാണ് തിരുവനന്തപുരം
മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. അവിടെ തീപിടുത്തമുണ്ടായിരുന്നു, എല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വലിയ ആശങ്ക പരത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ആർക്കും പരിക്കില്ല എന്ന കാര്യം മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.